ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെൻട്രൽ exempts 78% ഓഫ് തെർമൽ പ്ലാന്റ്സ് ഫ്രം ഇൻസ്റ്റാളിംഗ് കീ ആന്റി പൊല്യൂട്ടിംഗ് സിസ്റ്റംസ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ മെജോറിറ്റി ഓഫ് തെർമൽ പവർ പ്ലാന്റ്സിനെ ഈ പറയുന്ന ആന്റി പൊല്യൂട്ടിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ന്യൂസിൽ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, വിസിറ്റ് ദ ഫോർട്സ് ഓഫ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് വിച്ച് മെയ്ഡ് ടു ദ യുനെസ്കോ ലിസ്റ്റ്. PM, അതായത് പുതിയ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആഡ് ആയിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത്. നെക്സ്റ്റ്, 8-year-old നമീബിയൻ ചീറ്റ ഡൈസ് ഓഫ് ഇഞ്ചുറീസ് അറ്റ് കുനോ നാഷണൽ പാർക്ക്. അതായത് കുനോ നാഷണൽ പാർക്കിൽ ഒരു ചീറ്റ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്, ആ ചീറ്റയുടെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് ഇന്ത്യ ചീറ്റനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ന്യൂസിൽ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇനിക്വാളിറ്റി ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇനിക്വാളിറ്റി മെഷർ ചെയ്യുന്നതിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്? അതേ കണക്ക് തന്നെ എന്തുകൊണ്ടാണ് ഇൻകം ആയാലും വെൽത്ത് ആയാലും കുറച്ച് ആൾക്കാരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡീപ്പ് അനാലിസിസ് ആണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഹൗ ഈസ് മിസോറം ഹാൻഡ്ലിംഗ് ദ റെഫ്യൂജി ക്രൈസിസ്? അതായത് മ്യാൻമാറിൽ 2021 മിലിറ്ററി കൂപ്പ് സംഭവിച്ചതിന് ശേഷം വളരെയധികം റെഫ്യൂജി സിറ്റുവേഷൻസ് മിസോറം അടക്കമുള്ള റീജിയൻസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ മിസോറം എങ്ങനെയാണ് ആ ഒരു റെഫ്യൂജി ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യാൻ പോണത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് വളരെ ഡീപ്പായിട്ട് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, സെൻട്രൽ exempts 78% ഓഫ് തെർമൽ പ്ലാന്റ്സ് ഫ്രം ഇൻസ്റ്റാളിംഗ് കീ ആന്റി പൊല്യൂട്ടിംഗ് സിസ്റ്റംസ്. അതായത് യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്ട്രി തെർമൽ പവർ പ്ലാന്റ്സിനെ, ഇന്ത്യയുടെ മെജോറിറ്റി തെർമൽ പവർ പ്ലാന്റ്സിനും ഈ പറയുന്ന ആന്റി പൊല്യൂട്ടിംഗ് സിസ്റ്റം, അതായത് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തിനാണ് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം അല്ലെങ്കിൽ FGD സിസ്റ്റം യൂസ് ചെയ്യുന്നത്? അതായത് സൾഫർ ഡയോക്സൈഡിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന FGD സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷന്റെ കീ കോൺട്രിബ്യൂട്ടർ ആണ്. അതേ കണക്ക് തന്നെ വളരെ അധികം ഹെൽത്ത് ഇഷ്യൂസും ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡ് കാരണം ഉണ്ടാവുന്നുണ്ട്. സോ പുതിയ കാറ്റഗറൈസേഷൻ രീതി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 11% ഓഫ് തെർമൽ പവർ പ്ലാന്റ്സ്, അത് നാഷണൽ ക്യാപിറ്റൽ റീജിയനിലായാലും അതേ കണക്ക് തന്നെ ലാർജ് സിറ്റിയിലുള്ളതായാലും ഒക്കെ ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ദെൻ ബാക്കിയുള്ള 11%, അത് ക്രിട്ടിക്കലി പൊല്യൂട്ടഡ് ഏരിയാസിലോ അല്ലെങ്കിൽ നോൺ അറ്റൈൻമെന്റ് സിറ്റിയിലോ ആണെങ്കിൽ മേ ഓർ മേ നോട്ട് ബി ക്ലോസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 78% തെർമൽ പവർ പ്ലാന്റ്സിനെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മൊത്തത്തിൽ തന്നെ എക്സംപ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമായിരുന്നു. പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിട്ടുള്ള അജയ് സൂദ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന കമ്മിറ്റി ആയിരുന്നു ഇത്. സോ ഈ ഒരു റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിവ്യൂ ചെയ്തിട്ടുള്ള ഒന്നുമായിരുന്നു. സോ എന്താണ് ഈ പറയുന്ന FGD യൂണിറ്റ് അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്? അതായത് ഇതൊരു പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ് ആണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് കോള് യൂസ് ചെയ്തിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ്സിനാണ് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ അല്ലെങ്കിൽ FGD യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ ഫ്ലൂ ഗ്യാസ് എമിറ്റ് ചെയ്യുക? അതായത് ഫോസിൽ ഫ്യൂൽസിന്റെ കമ്പഷൻ കാരണം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഫ്ലൂ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഇതില് മെയിൻലി ആയിട്ടുള്ള പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ തുടങ്ങിയവയൊക്കെയാണ്. സോ ഈ പറയുന്ന FGD യൂണിറ്റ്സ് എന്ന് പറയുന്നത് മേജർലി ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡ് എമിഷൻസിനെ ആയിരിക്കും. സൾഫർ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് ഒരു ആസിഡിക് ബേസ് ആയിട്ടുള്ള നേച്ചർ ആണ്. സോ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ബേസിക് കോമ്പൗണ്ട് വെച്ചിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുക. ദെൻ FGD സിസ്റ്റം എന്ന് പറയുന്നത് അതിന് 3 കോമൺ ടൈപ്സുകൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ സോർബന്റ് ഇഞ്ചക്ഷൻ ആണ്. രണ്ടാമത്തത് വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെന്റ് ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് SO2 റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സീ വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ആണ്. സോ ഇങ്ങനെ 3 കോമൺ ടൈപ്സ് ആണ് ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന SO2 എമിഷൻസ് ഇത്രത്തോളം ബാഡ് ആവുന്നത്? ഇത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള റീസൺസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
SO2 എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതേ കണക്ക് തന്നെ ഗ്ലോബൽ വാർമിംഗ് വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നുമാണ് ഈ പറയുന്ന SO2 ഗ്യാസ്. അതേപോലെ തന്നെ ഹ്യൂമൻസിൽ വളരെയധികം റെസ്പിറേറ്ററി പ്രോബ്ലംസ് സൃഷ്ടിക്കാനും ഈ പറയുന്ന SO2 സാധിക്കുന്നുണ്ട്. ആൻഡ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് മറ്റ് ഓക്സൈഡ്സുമായിട്ട് ചേർന്ന് പല കോമ്പൗണ്ട്സും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെർട്ടിക്കുലർ മാറ്ററുമായിട്ട് ചേർന്ന് പല കോമ്പൗണ്ട്സും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ PM2.5 ഫോർമേഷന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡ് ആണ്. ആൻഡ് ദെൻ പുതിയ കാറ്റഗറി എന്തൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു. കാറ്റഗറി എ എന്ന് പറയുന്നത് 11% ആണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ അല്ലെങ്കിൽ മേജർ സിറ്റീസിൽ വിത്തിൻ 10 കിലോമീറ്റർ റേഡിയസ് ആയിരിക്കും. പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മില്യൺ ആണ്. അവിടെ ഈ പറയുന്ന FGD സിസ്റ്റം വളരെ അധികം മാൻഡേറ്ററി കണ്ടീഷൻ ആണ്. ദെൻ കാറ്റഗറി ബി എന്ന് പറയുന്നത് നെക്സ്റ്റ് 11%, അതായത് ക്രിട്ടിക്കലി പൊല്യൂട്ടഡ് ഏരിയാസോ അതേപോലെ തന്നെ നോൺ അറ്റൈൻമെന്റ് ഏരിയാസിലോ ഉള്ള 10 കിലോമീറ്റർ റേഡിയസ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. അവിടെ FGD സിസ്റ്റംസ് മേ ഓർ മേ നോട്ട് ബി ക്ലോസിലാണ് പറയുന്നത്. പിന്നെ ഉള്ളത് കാറ്റഗറി സി, അതായത് ബാക്കിയുള്ള 78%, അവിടെ ഈ പറയുന്ന FGD സിസ്റ്റം കംപ്ലീറ്റ്ലി എക്സംപ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ എക്സ്പെർട്ട് ക്രിറ്റിസിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് 200 കിലോമീറ്ററിലധികം അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. സോ അതേ തന്നെ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ബൗണ്ടറി ആയിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയാകുമ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് എക്സ്പേർട്സിന്റെ ഇടയിൽ ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ടോൾ ചിമ്മിനീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തന്നെ ഈ പറയുന്ന SO2 ലെവൽസ് ഹയർ ആറ്റിറ്റ്യൂഡ് എന്ന രീതിയിലേക്ക് പോവുള്ളൂ. അല്ലാതെ അതിന്റെ ഒരു ടോക്സിസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ലങ്സ് ആൻഡ് ഹേർട്ട് ഡിസീസിന്റെ റിസ്ക്കും വളരെ അധികം കൂടുതലാണ്. മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഇതൊരു ഹെൽത്ത് ഹസാർഡ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS3 ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇമ്പാക്ട് ഓഫ് റോളിംഗ് ബാക്ക് എമിഷൻ നോംസ് ഓൺ എയർ ക്വാളിറ്റി, പബ്ലിക് ഹെൽത്ത്, ലങ് ആൻഡ് ഹേർട്ട് ഡിസീസസ്, India's climate commitments, then GS2 ലാകുമ്പോൾ governance and policy, environmental governance and regulatory dilution, role of scientific advisory bodies and CPCB in policy making. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന എൻവയോൺമെന്റൽ നോംസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് UPSC 2015 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുംബൈ, ഡൽഹി ആൻഡ് കൽക്കട്ട ആർ ദ 3 മെഗാ സിറ്റീസ് ഓഫ് ദ കൺട്രി, but the air pollution is much more serious problem in Delhi as compared to the other two. Why is this so? So അങ്ങനെയാകുമ്പോൾ ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Flue gas desulfurization is a crucial pollution control technology in thermal power plant. Critically examine the implication of exempting the majority of India's thermal power units from installing FGD system, especially in the context of transboundary pollution and public health. ഇങ്ങനൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് വൺ, visit the fort of Maratha military landscape which made to the UNESCO list PM. അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പുതുതായിട്ടൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആഡ് ആയിട്ടുണ്ട്. അതിന്റെ പേരാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ. ഇതിനെ റെക്കഗ്നൈസ് ചെയ്തത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ആയിരുന്നു. 2024-25 സൈക്കിള് പ്രകാരമായിരുന്നു. സോ ഈ മറാത്ത കാലഘട്ടം എപ്പോഴായിരുന്നു? 17th to 19th centuries ആയിരുന്നു മറാത്ത കാലഘട്ടം. എന്താണ് ഈ പറയുന്ന മറാത്ത എംപയറിനെ ഇത്രത്തോളം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മിലിറ്ററി സ്ട്രാറ്റജി, ദെൻ ഫോർട്ടിഫിക്കേഷൻ ആർക്കിടെക്ചർ, ഗവേണൻസ്, ലാൻഡ്സ്കേപ്പ് പ്ലാനിങ്, ഇവയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ മറാത്ത എംപയറിന്റെ അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെ ഫോർട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. 12 എണ്ണമാണ് ഫോർട്ടുകളിൽ ഉണ്ടായിട്ടുള്ളത്. സോ മഹാരാഷ്ട്രയിൽ നിന്ന് 11ഉം തമിഴ്നാട്ടിൽ നിന്ന് 1ഉമാണ്. മഹാരാഷ്ട്രയിലുള്ളത് സാൽഹേർ, ശിവനേരി, ലോഹ്ഗഡ്, ഖണ്ടേരി, റായ്ഗഡ്, രാജ്ഗഡ്, പ്രതാപ്ഗഡ്, സുവർണദുർഗ്, പൻഹല, വിജയ്ദുർഗ്, സിന്ധുദുർഗ്, ഇത്രയും ഫോർട്ടുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഉണ്ടായത്. ദെൻ തമിഴ്നാട്ടിൽ നിന്ന് ഗിഞ്ചി ഫോർട്ട് ഉണ്ട്. സോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 44 മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് GS1 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന മറാത്ത എംപയർ. സോ നെക്സ്റ്റ്, 8-year-old നമീബിയൻ ചീറ്റ ഡൈസ് ഓഫ് ഇഞ്ചുറീസ് അറ്റ് കുനോ നാഷണൽ പാർക്ക്. കുനോ നാഷണൽ പാർക്കിൽ ഒരു ഫീമെയിൽ ചീറ്റ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ന്യൂസ്. സോ ഈ ഒരു മരണവും കൂടെ ആകുമ്പോൾ ടോട്ടൽ നമ്മുടെ ചീറ്റ കൗണ്ടിൽ 26 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്.
ഇതിൽ ആഫ്രിക്കൻ ഇമ്പോർട്ട്സും ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള കബ്സിനെ നമുക്ക് ഇതിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എത്രത്തോളമാണ് ഈ ന്യൂസിന്റെ റെലവൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോജക്ട് ചീറ്റ. അതായത് 1952 ഈ ഒരു ചീറ്റയുടെ എക്സ്റ്റൻഷനോടുമായി ബന്ധപ്പെട്ട് അതിനെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നായിരുന്നു പ്രോജക്ട് ചീറ്റ. ഇതിന്റെ ഫസ്റ്റ് ബാച്ച് ഓഫ് ആഫ്രിക്കൻ ചീറ്റേഴ്സിനെ നമ്മൾ നമീബിയയിൽ നിന്നും അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് 2022 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ കുനോ നാഷണൽ പാർക്ക്. കുനോ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. ചീറ്റ റീഇൻട്രൊഡക്ഷൻ സൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കുനോ നാഷണൽ പാർക്കിനെ കാണുന്നത്. എന്തുകൊണ്ട് കുനോ നാഷണൽ പാർക്ക് നമ്മൾ സെലക്ട് ചെയ്തു? അതായത് ലാൻഡ്സ്കേപ്പ് ബേസിലായാലും അതേപോലെ തന്നെ പ്രേ ബേസിലായാലും വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് തരുന്ന ഒന്നാണ് ഈ പറയുന്ന കുനോ നാഷണൽ പാർക്ക്. ദെൻ എന്താണ് ഈ പറയുന്ന സോഫ്റ്റ് റിലീസ് ബൊമ? അതായത് ഫുള്ളി അവരെ വൈൽഡ്, അതായത് വനത്തിലേക്ക് ഇറക്കുന്നതിന് മുന്നേ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അവരെ വളർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ് റിലീസ് ബൊമ എന്ന് പറയുന്നത്. ദെൻ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കുനോ നാഷണൽ പാർക്കിന് ശേഷം ഉണ്ടായിട്ടുള്ള സെക്കൻഡ് റിലീസ് ആയിട്ടാണ് ഈ പറയുന്ന ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പ്രഭാസ് എന്ന് അതേപോലെ തന്നെ പവാക് എന്ന പേരുള്ള സൗത്ത് ആഫ്രിക്കൻ ചീറ്റാസിനെ ഇവിടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 എൻവയോൺമെന്റിലും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്പീഷ്യസ് ബേസ് ചെയ്ത് ഇതിനു മുന്നേ UPSCയുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2017 recently there was a proposal to translocate some of the lions from their habitat in Gujarat to which one of the following sites എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചീറ്റ റീഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. Which of the following wildlife sanctuaries apart from Kuno National Park has recently received a pair of cheetahs translocated from South Africa as part of the Project Cheetah? എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇനിക്വാളിറ്റി ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ഇനിക്വാളിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്, അതേപോലെ തന്നെ ഇൻകം ആയാലും വെൽത്ത് ആയാലും വളരെ ചുരുക്കം ആൾക്കാരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എക്സ്ട്രീം പോവർട്ടി വളരെ അധികം ഡിക്ലൈൻ സ്റ്റേറ്റിലാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൺസെപ്ഷൻ ഇനിക്വാളിറ്റി വളരെ അധികം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 0.288 നിന്ന് 0.255 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ വൺ ഓഫ് ദി ലോവസ്റ്റ് ഇനിക്വാളിറ്റി ലെവലാണ് ഷോ ചെയ്യുന്നതെന്നാണ് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഇത് ഇൻകംപ്ലീറ്റ് ആണ്, അതിനെ തന്നെ മിസ്ലീഡിംഗ് പിക്ചർ ആണ് ഇനിക്വാളിറ്റിനെ ബേസ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് മെജോറിറ്റി സ്കോളേഴ്സും പറയുന്നത്. അതേപോലെ ഇന്ത്യയുടെ കറന്റ് റിയാലിറ്റിനെ മനസ്സിലാക്കാതെയാണ് വേൾഡ് ബാങ്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇനി ഓരോ ഇനിക്വാളിറ്റിയും അതിൽ ഇന്ത്യയുടെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, കൺസെപ്ഷൻ ഇനിക്വാളിറ്റി. കൺസെപ്ഷൻ ഇനിക്വാളിറ്റിയിലെ ജിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.255 ആണ് ഇന്ത്യയുടേത്. ദെൻ ഇൻകം ഇനിക്വാളിറ്റി അത് 0.61 ആണ്. വെൽത്ത് ഇനിക്വാളിറ്റി 0.75 ആണ്. എന്താണ് ഈ പറയുന്ന ജിനി കോഎഫിഷ്യന്റ്? അതായത് ഇനിക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ജിനി കോഎഫിഷ്യന്റ്. ഈ പറയുന്ന ഈ പെർഫെക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ലൈനും അതേപോലെ തന്നെ ലോറൻസ് കർവിന്റെയും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ ജിനി ഇൻഡെക്സ് എന്ന് പറയുക. സോ കോഎഫിഷ്യന്റ് ലെവൽ വളരെ അധികം ഹയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ വളരെ അധികം അൺഈക്വൽ ആണ് എന്നാണ് കാണിക്കുന്നത്. സോ അതേപോലെ തന്നെ ജിനി കോഎഫിഷ്യന്റ് 0ൽ നിന്ന് 1 വരെയുള്ള രീതിയിലായിരിക്കും ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുക. 0 എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ലെവൽ ഓഫ് ഇൻകം ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. ദെൻ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഇൻഡിവിജ്വലിനായിരിക്കും ഈ പറയുന്ന എല്ലാ ഇൻകവും ലഭിക്കുക. ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഇൻകവും പോകുന്നത് എന്നാണ് ആ ഒരു 0 and 1ന്റെ വാല്യൂസ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ എന്തൊക്കെയാണ് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിന് മേലുള്ള ക്രിറ്റിസിസം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ കൺസെപ്ഷൻ ഇനിക്വാളിറ്റി. കൺസെപ്ഷൻ ഇനിക്വാളിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് മൊത്തത്തിൽ പോയിട്ടുള്ളത്. സോ കൺസെപ്ഷൻ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഇനിക്വാളിറ്റിനെക്കാളും ലോവർ ആയിരിക്കും. സോ അങ്ങനെയാകുമ്പോൾ ഇത് വളരെയധികം ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻകം റൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും മാർജിനൽ കൺസെപ്ഷൻ റേറ്റ് കൂടണം എന്നൊരു കാര്യമില്ല. അത് പലപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഹയർ സേവിങ്സ് എന്ന രീതിയിലേക്ക് ഈ ഒരു ഇൻകം റൈസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതും ഒരു മറ്റൊരു കൺസേൺ ആണ്.
ഈ ഒരു കൺസെപ്ഷൻ ഡേറ്റ എന്ന് പറയുന്നത് തന്നെ ഇനിക്വാളിറ്റിനെ അണ്ടർ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, ലിമിറ്റേഷൻ ഓഫ് സർവേ ഡേറ്റ. അതായത് ഹൗസ് ഹോൾഡ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ 2011-12 അതിനൊക്കെ 2022-23 അതിന്റെ മെത്തഡോളജി മൊത്തത്തിൽ തന്നെ ഇൻകോമ്പാക്റ്റബിൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹൈ ഇൻകംസ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ജിനി ഇൻഡെക്സിനെ ഡൗൺവേർഡ് ആയിട്ട് സ്ക്യൂ ചെയ്യിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ട്രൂ ഇനിക്വാളിറ്റി പിക്ചർ. അതായത് ഇൻകത്തിന്റെയും വെൽത്തിനെയും നമ്മൾ അനാലിസിസ് നടത്തുന്നത്, നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇപ്പോഴും കറക്റ്റ് ആയ രീതിയിലല്ല. സോ ജിനി ഇൻകം എന്ന് പറഞ്ഞാൽ 0.61 ആണ്. അതായത് ഗ്ലോബലി തന്നെ ഒരു ഹയസ്റ്റ് വാല്യൂ ആണിത്. ദെൻ ജിനി ഇൻഡെക്സ് വെൽത്തിന്റെ കേസിലാണ് 0.75 ആണ്. അതായത് ഇന്ത്യൻ പോപ്പുലേഷന്റെ 1% ആണ് ടോട്ടൽ 40% വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇന്ത്യ എന്ന് പറയുന്നത് മോസ്റ്റ് അൺഈക്വൽ എക്കോണമീസിൽ ഒന്നാണ്. പക്ഷേ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം വളരെയധികം പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. സോ ഇന്ത്യക്ക് ഇതിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും? ഫസ്റ്റ് വൺ, എക്കോണമിക്ക്. അതായത് വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള വെൽത്ത് കോൺസെൻട്രേഷൻ നമ്മുടെ ലോങ് ടേം ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇത്രയും ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്ഷനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. അതേപോലെ നമ്മുടെ ഡിമാൻഡിനെ വളരെയധികം സ്റ്റാഗ്നേറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ദെൻ സോഷ്യൽ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? അതായത് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റിനെ വേഴ്സൺ ചെയ്യും. കൂടുതലും എലൈറ്റിനെ മാത്രമായിരിക്കും അവിടെ ഫോക്കസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ സോഷ്യൽ പൊളിറ്റിക്കൽ അൺട്രസ്റ്റിന് അവിടെ സാധ്യതയുണ്ട്. അതേപോലെ സോഷ്യൽ കൊഹിഷൻ, അതേ കണക്ക് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് മേലുള്ള ഫെയ്ത്ത് ഒക്കെ അവിടെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ പോളിസി ആൻഡ് ഗവേണൻസ് ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? അതായത് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു റീതിങ്കിന്, ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യകത നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് GDP ബേസ് ചെയ്ത് മാത്രമായിരിക്കില്ല അവിടുത്തെ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻക്ലൂസീവ് ഗ്രോത്ത്, റീഡിസ്ട്രിബ്യൂട്ടീവ് മെക്കാനിസം, വെൽത്ത് ടാക്സേഷൻ, സോഷ്യൽ സെക്ടർ സ്പെൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3-ലും GS2-ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇഷ്യൂസ് അറൈസിംഗ് ഫ്രം ഇറ്റ്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, റീഡിസ്ട്രിബ്യൂട്ടീവ് ഫിസ്ക്കൽ പോളിസി, mobilization of resources, progressive taxation and data transparency. GS2-ലാകുമ്പോൾ വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെഷൻ, റോൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ലൈക്ക് നീതി ആയോഗ്, വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ആൻഡ് പോളിസി മേക്കിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 2021-ലും ഇനിക്വാളിറ്റി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. Can the vicious cycle of gender inequality, poverty and malnutrition be broken through microfinancing of women SHGs? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഇത് ജെൻഡർ ഇനിക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ക്രിട്ടിക്കലി എക്സാമിൻ ദ ലിമിറ്റേഷൻ ഓഫ് യൂസിംഗ് കൺസെപ്ഷൻ ബേസ്ഡ് ഡേറ്റ ടു മെഷർ ഇനിക്വാലിറ്റി ഇൻ ഇന്ത്യ. ഹൗ ഡു റൈസിംഗ് ഇൻകം ആൻഡ് വെൽത്ത് ഇനിക്വാലിറ്റീസ് അഫക്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്? ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എഡിറ്റോറിയൽ, ഹൗ ഈസ് മിസോറം ഹാൻഡ്ലിംഗ് ദ റെഫ്യൂജി ക്രൈസിസ്? അതായത് 2021 മ്യാൻമറിലെ മിലിറ്ററി കൂപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഒരുപാട് റെഫ്യൂജീസിന് മിസോറത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെഫ്യൂജി ക്രൈസിസ് എങ്ങനെയാണ് മിസോറം ടാക്കിൾ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. 4000-ലധികം റെഫ്യൂജീസ് ആണ് ഈ ഒരു ജൂലൈ 2025 കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ വളരെയധികം ഇന്റേണൽ ഇഷ്യൂസ് മിസോറത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. സോ എന്തായിരുന്നു ലേറ്റസ്റ്റ് ട്രിഗർ? അതായത് ചിൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സും ചിൻലാൻഡ് ഡിഫൻസ് ഫോഴ്സും, അതായത് മ്യാൻമറിലെ ചിൻലാൻഡ് ഡിഫൻസ് ഫോഴ്സും തമ്മിലുള്ള ക്ലാഷ് കാരണമായിരുന്നു ഈ ഒരു ലേറ്റസ്റ്റ് ട്രിഗർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ചമ്പായി ഡിസ്ട്രിക്റ്റിന്റെ അടുത്തുള്ള ബോർഡർ ട്രേഡ് റൂട്ട്സ്, വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബോർഡർ ട്രേഡ് റൂട്ട്സ് ആക്സസ് ചെയ്യാനുള്ള ഫൈറ്റും മറ്റുമൊക്കെ ആയിരുന്നു ലേറ്റസ്റ്റ് ട്രിഗറിനുള്ള റീസൺ. ആൻഡ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഫ്രീ മൂവ്മെന്റ് റെജീമാണ്. അതായത് 1968-ലാണ് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് ബോർഡറിലുള്ള രണ്ട് റെസിഡൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും 40 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ ഈ പറഞ്ഞ ഫ്രീ മൂവ്മെന്റ് റെജീം കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് 16 കിലോമീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 അത് 10 കിലോമീറ്റർ ആയിട്ടും കുറച്ചിട്ടുണ്ടായിരുന്നു. 2024 വീണ്ടും അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഒരു ബൈലാറ്ററൽ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് റെഫ്യൂജി ഗ്രൂപ്പ്സ് തമ്മിലുള്ള ക്ലാഷ്. അതായത് ചിൻ പീപ്പിൾ, അവര് മ്യാൻമർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എത്നിക്കലി അവര് മിസോ പീപ്പിളുമായിട്ട് വളരെയധികം റെസംബ്ലൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ദെൻ ബോങ് പീപ്പിൾ, അവര് ബംഗ്ലാദേശ് ബേസ് ചെയ്തിട്ടുള്ളതാണ്.
ദെൻ കുക്കീസ് ഓഫ് പീപ്പിൾ, അതായത് മണിപ്പൂർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ എത്തനിക് കോൺഫ്ലിക്റ്റും മറ്റും കാരണമൊക്കെ മിസോറത്തിലേക്ക് അവരും ഈ പറയുന്ന രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ എന്തൊക്കെയാണ് ഈ ഒരു റെഫ്യൂജി ക്രൈസിസ് കാരണം ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഗവേണൻസ് ചലഞ്ചസ്? ഫസ്റ്റ് വൺ, സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻ വളരെ അധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം മിസോറം ഹ്യൂമാനിറ്റേറിയൻ പേരിലായാലും എത്തനിക് പേരിലായാലും ഒക്കെ വളരെയധികം ഹോസ്പിറ്റാലിറ്റിയും എയ്ഡും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനോട് ഇനിയും റെഫ്യൂജീസിനെ അഡ്മിറ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സെന്റർ 8 കോടിയോളം രൂപ ഈ ഒരു എയ്ഡ് എന്നുള്ള രീതിയിൽ പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് നാഷണൽ റെഫ്യൂജി ലോ, അതായത് 1951 റെഫ്യൂജി കൺവെൻഷനിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സോ നമുക്കൊരു നാഷണൽ ലോ എന്നും തന്നെ ഈ പറഞ്ഞ റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല. സോ നമുക്ക് ഡൊമസ്റ്റിക് റെഫ്യൂജി ലോസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇപ്പോഴും റെഫ്യൂജീസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഫോറിനേഴ്സ് ആക്ട്, MHA പ്രോട്ടോകോൾസ്, അതേപോലെ തന്നെ അഡ്ഹോക് പോളിസീസ് തുടങ്ങിയവ വെച്ചിട്ടാണ്. ആൻഡ് തേർഡ് വൺ, റിസോഴ്സ് സ്ട്രെയിൻ ആൻഡ് ലോക്കൽ ബാക്ക്ലാഷ്, അതായത് ഇനിഷ്യലി വളരെയധികം സപ്പോർട്ട് ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ പേരിലായാലും ഒക്കെ റെഫ്യൂജീസിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഈ പറയുന്ന ഇനിഷ്യൽ സപ്പോർട്ട് പബ്ലിക്കിന്റെ പേരിൽ നിന്നായാലും സിവിൽ സൊസൈറ്റിയുടെ പേരിൽ നിന്നായാലും ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലോക്കൽ ബോഡീസ് പലപ്പോഴും ഇതിനെതിരെ പ്രൊട്ടക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം റെഫ്യൂജി ആക്ടിവിറ്റീസ് വളരെയധികം റെസ്ട്രിക്ട് ചെയ്യണം, ട്രേഡിലായാലും മൂവ്മെന്റിലായാലും ഒക്കെ റെഫ്യൂജി ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള പേരിൽ തന്നെ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ലോക്കൽ ബോഡീസ് പലപ്പോഴും പ്രൊട്ടക്റ്റുമായിട്ട് രംഗത്ത് വന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് ആൻസൈറ്റി, എക്കണോമിക് പ്രഷർ, സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ വളരെയധികം കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തോളം റെഫ്യൂജീസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം റിസോഴ്സ് സ്ട്രെയിൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ലോക്കൽസിന്റെ ഇടയ്ക്ക് പോലും ഇത് വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, സെക്യൂരിറ്റി ആൻഡ് സ്മഗ്ലിംഗ് റീസൺസ്, അതായത് ഈ റെഫ്യൂജി റൂട്ട്സ് പലപ്പോഴും ഇലീഗൽ ട്രേഡിനും ഡ്രഗ് ട്രാഫിക്കിങ്ങിനും അതേപോലെ ആം സ്മഗ്ലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. സോ അതൊരു ഇലീഗലി യൂസ് ചെയ്യുന്നത് വളരെയധികം കൺസേൺസ് സെക്യൂരിറ്റി ബേസിൽ ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രീ മൂവ്മെന്റ് റീജിയൻ കാര്യങ്ങളുമൊക്കെ ക്രോസ് ബോർഡർ ക്രൈംസിനും മറ്റുമൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ദെൻ ലീഗൽ ഓർ പോളിസി റെഫറൻസ് എന്തൊക്കെയാണ്? മിസോറം മെയിൻ്റനൻസ് ഓഫ് ഹൗസ് ഹോൾഡ് രജിസ്ട്രേഴ്സ് ബില്ല്, ഇത് ഫോറിൻ നാഷണൽസിനെ ട്രാക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആയിരുന്നു. ഇപ്പോഴും പ്രസിഡൻഷ്യൽ അസന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ദെൻ ഇന്ത്യസ് അൺറിട്ടൺ ട്രഡീഷൻ ഓഫ് റെഫ്യൂജി അക്സെപ്റ്റൻസ്, അതായത് ഇന്ത്യ മുമ്പ് എങ്ങനെയാണ് ഈ പറഞ്ഞ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിബറ്റൻസിന് വേണ്ടിയിട്ട് ഇന്ത്യ സെപ്പറേറ്റ് ലോയും കാര്യങ്ങളും ഒക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പോളിസിയും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തമിഴ്സിന്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. സോ ടിബറ്റൻസ് ആയാലും ബംഗ്ലാദേശീസ് ആയാലും അഫ്ഗാൻസ് ആയാലും തമിഴ്സ് ആയാലും ഒക്കെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സോ ഇതൊരു ലീഗൽ ഫ്രെയിം വർക്ക്, ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്കിന്റെ അഭാവമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ GS2 GS3 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് GS2 ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇന്ത്യസ് റെഫ്യൂജി പോളിസി ആൻഡ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ഒബ്ലിഗേഷൻ, എത്തനിക് ഐഡന്റിറ്റി വേഴ്സസ് നാഷണൽ സെക്യൂരിറ്റി. GS3 ബോർഡർ മാനേജ്മെന്റ് അലോങ് ദ ഇന്ത്യ-മ്യാൻമർ ബോർഡർ, ഇന്റർണൽ സെക്യൂരിറ്റി ആൻഡ് മൈഗ്രേഷൻ ചലഞ്ചസ്, റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഗവേണൻസ്. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 2021 റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. Refugees should not be turned back to the country where they could face persecution or human right violation. Examine the state with reference to ethical dimension being violated by the nation claiming to be democratic with an open society. അങ്ങനെയാകുമ്പോൾ ഇത്തവണ നമുക്ക് ഇന്ത്യസ് അപ്രോച്ച് ടു റെഫ്യൂജി മാനേജ്മെന്റ്, ലീഗൽ ക്ലാരിറ്റി ആൻഡ് എത്തിക്കൽ കൺസിസ്റ്റൻസി ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ റീസൺ റെഫ്യൂജി ഇൻഫ്ലക്സ് ഇൻ മിസോറം എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ consider the following statement regarding the refugee status followed by India. First statement, India has not signed to United Nations Convention on Refugees 1951. And second statement, India has not signed United Nations Refugee Protocol. And third one, India didn't follow any proper refugee policy, but it follows only ad hoc policies regarding refugees. Which of the statement given above are correct? 1 and 2, 2 and 3, 1 and 3, 1, 2, 3. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയാലും എഡിറ്റോറിയൽസ് ആയാലും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.